To view this video in English, please click the link given above. 10th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ലെൻസിനെ കുറിച്ചും റേ ഡയഗ്രംസിനെ കുറിച്ചും പഠിക്കാം. അപ്പോൾ ലെൻസ് എന്ന് പറയുന്നത് നമ്മൾ റിഫ്രാക്ഷനെ കുറിച്ച് പറയുമ്പോഴാണ് ലെൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് റിഫ്ലക്ഷൻ എന്നത് മിററിനാണെങ്കിൽ റിഫ്രാക്ഷൻ ലെൻസിനാണ്. റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ലെൻസിന് ഒരു സ്പെറിക്കൽ സർഫസ് ഉണ്ടെങ്കിൽ, ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം വിത്ത് സ്പെറിക്കൽ സർഫസിനെ നമുക്ക് എന്ത് പറയാം? ഒരു ലെൻസ് എന്ന് പറയാം. ഇവിടെ ഈ ഒരു ഭാഗത്തെ നമുക്ക് പ്ലെയിൻ സർഫസ് എന്ന് പറയാം, മറ്റേത് കേർഡ് സർഫസാണ്. അതേസമയം ചില ലെൻസിന് രണ്ട് ഭാഗവും കേർഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ലെൻസിനെയാണ് ഡബിൾ കോൺകേവ് അഥവാ ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലെൻസിൻ്റെ മധ്യഭാഗം ബൾജ് ചെയ്ത് പുറത്തേക്കിരുന്നാൽ മറ്റു രണ്ട് ഭാഗം നാരോ ആണെങ്കിൽ ഇതെന്താണ്? ഡബിൾ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇതെന്തായിരിക്കും? സിംപ്ലി നമുക്ക് കോൺവെക്സ് ലെൻസ് എന്ന് പറയാം. ഇത് ഡബിൾ കോൺവെക്സ് ലെൻസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡബിൾ കോൺവെക്സ് ലെൻസാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യവും ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയണമെന്നില്ല, കോൺവെക്സ് ലെൻസ് എന്ന് പറയാം. അതേപോലെ അകത്തേക്കാണ് ഇത് കർവ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊരു കോൺകേവ് ലെൻസാണ്. അപ്പോൾ കോൺകേവ് ലെൻസിനും രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ, കർവ്ഡ് സർഫസ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഡബിൾ കോൺകേവ് ലെൻസാണ്. ഞാനിവിടെ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം, ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പെറിക്കൽ സർഫസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു സ്ഫിയറിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തെന്ന് അനുമാനിക്കാം. അതുപോലെ തന്നെ ഇതും ഒരു സ്ഫിയറിൻ്റെ ഭാഗമായിരുന്നിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് സ്ഫിയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാം. അപ്പോൾ മിററിലായിരുന്നപ്പോൾ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചറേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ ഉണ്ട്. ഇനി ഈ ലെൻസിൻ്റെ മധ്യഭാഗത്തിനെ നമ്മൾ ഒറിജിൻ എന്നാണ് പറയുന്നത്. മിററിൽ നമ്മൾ എന്താ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പോൾ, അല്ലേ? ഇവിടെ രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിനെ കൺഫ്യൂഷൻ അകറ്റാൻ F1 F2 എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന നേർരേഖയെ നമുക്ക് എന്ത് വിളിക്കാം? ഒപ്റ്റിക്കൽ സെൻറ്റർ എന്നല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫോക്കസ്, ഇത് മറ്റൊരു ഫോക്കസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫോക്കസിനെ F1 എന്നും റൈറ്റ് സൈഡിലുള്ള ഫോക്കസിനെ F2 എന്നും നമുക്ക് എടുക്കാം. കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ലൈറ്റ് വരുന്നതായിട്ട് സങ്കല്പിക്കുന്നത്. ആ വശത്തെ F1, മറുവശത്തെ F2. അപ്പോൾ ഇതെന്തായിരിക്കും? 2F1. ഈ ഭാഗത്ത് 2F2. അപ്പോൾ ഇത് രണ്ട് ഭാഗമുണ്ട്. F1 2F1, F2 2F2. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ അപ്പർച്ചർ എന്ന് പറയാം. അതേപോലെ തന്നെ കോൺകേവ് ലെൻസും രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചറും രണ്ട് ഫോക്കസും ഉണ്ട്. ഇത് ഒറിജിനാണ്. ഇവിടെ F1 2F1, F2 2F2. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഡെഫിനിഷൻസൊക്കെ സെയിം ആയിട്ട് തന്നെ പറഞ്ഞാൽ മതി. ഇനി കുറച്ച് പാരലൽ റേസ് ഇവിടെ വന്ന് വീഴുകയാണെങ്കിൽ, ഓക്കെ, ലെൻസിൽ വന്ന് വീഴുകയാണെങ്കിൽ ഈ റിഫ്ലക്ഷൻ കഴിയുമ്പോൾ ഇവരെല്ലാം ഫോക്കസിൽ കൂടി, റിഫ്രാക്ഷൻ, ഓക്കെ, റിഫ്രാക്ഷൻ കഴിയുമ്പോൾ ഇവരെല്ലാം ഫോക്കസിൽ കൂടി പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ പോയിന്റ് എവിടെയാണോ ഈ റേസ് എല്ലാം കൺവേർജ് ചെയ്യുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് ഫോക്കസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസ് എല്ലാ റേസിനെയും കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോൺവെക്സിനെ നമുക്ക് കൺവേർജിങ് ലെൻസ് എന്ന് പറയാം. ഇനി കോൺകേവ് ലെൻസിലാണെങ്കിലോ ഇവിടെ വരുന്ന റേസ് ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതായത് ഇപ്പം ഇവിടെ ഫോക്കസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺകേവിനെ എന്ത് പറയാം? ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാം. അപ്പോൾ കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ആണ്, കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് ആണ്.
കോൺകേവ് മിററായിരുന്നു കൺവേർജിങ്, കോൺവെക്സ് ആയിരുന്നു ഡൈവേർജിങ്. എപ്പോഴും ഓർത്തുകൊള്ളുക, നിങ്ങൾ നല്ലപോലെ കോൺകേവ് മിറർ പഠിച്ചു വയ്ക്കുക, അത് കഴിഞ്ഞ് കോൺവെക്സ് മിറർ പഠിക്കുക. കോൺവെക്സ് മിററിന് രണ്ട് പൊസിഷൻസേ ഉള്ളൂ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്, പക്ഷേ ഉൾട്ടയാണ്, അത് തിരിച്ചു വരും. അതായത് കോൺകേവ് മിററിന് നമ്മൾ പറയുന്നതെല്ലാം കോൺവെക്സ് ലെൻസിനും, കോൺവെക്സ് മിററിന് പറഞ്ഞതെല്ലാം കോൺകേവ് ലെൻസിനും വരും. റേ ഡയഗ്രാംസ് ആണ് പഠിക്കേണ്ടത്. പക്ഷേ റേ ഡയഗ്രാം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ റൂൾസ് ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കാം. ഇത് എഫ് ആണ്, ഇത് 2F, ഇത് F2 ആണെങ്കിൽ ഇവിടെ 2F2. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു രേഖ പാരലലായിട്ടാണ് വരുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ എങ്ങനെയാണ് അത് പോകണം? F2യിലൂടെ പോകണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ ഒരു രേഖ പാരലലായിട്ട് വന്ന് പതിച്ചാലും റിഫ്രാക്ഷന് ശേഷം അത് ഫോക്കസിൽ കൂടി കടന്നു പോകും. ഇനി ഒരു രേഖ ഫോക്കസിൽ കൂടി കടന്നു വന്നാൽ അതെങ്ങനെ പോകും? പാരലലായിട്ട് പോകും. അപ്പോൾ പാരലലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ പോകും, ഫോക്കസിലൂടെ വന്നാൽ പാരലലായിട്ട് പോകും. ഇനി മൂന്നാമത് ഒരെണ്ണം നമ്മൾ എടുക്കുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടിയാണ്. ഒരു രേഖ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി കടന്നു വന്നാൽ അത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി തന്നെ. ഇനി കോൺകേവിൻ്റെ കാര്യത്തിലാണെങ്കിലോ, ഒരു റേ പാരലലായിട്ടാണ് വരുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫോക്കസ്, അല്ലേ? ഈ ഒരു ഭാഗത്ത് നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ തോന്നും. ഇനി മറ്റൊന്ന്, അത് ഫോക്കസിലേക്ക് പോയിന്റ് ചെയ്യുന്ന രേഖയായിട്ട് വന്നാലോ? ഇതാണ് ഫോക്കസ്, അല്ലേ? അപ്പോൾ ഫോക്കസിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് പാരലലായിട്ട് പോകും. വീണ്ടും ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെയാണെങ്കിൽ അത് ഡീവിയേഷൻ ഇല്ലാതെ കടന്നങ്ങ് പോകും. അപ്പോൾ ഇനി നമുക്ക് റേ ഡയഗ്രാംസ് നോക്കാം. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് കുറേ റേസ് വരുന്നുണ്ട്, അല്ലേ? അത് നമ്മുടെ ലെൻസിൽ നിന്ന് റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസിലോട്ട് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കോൺവെക്സ് ലെൻസിനെ നമ്മൾ കൺവേർജിങ് ലെൻസ് എന്നും പറയും. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. റിയൽ ഇമേജ് ആണ്, അല്ലേ? കാരണം ആക്ച്വൽ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ റിയൽ ഇമേജ് ആയതുകൊണ്ട് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, പോയിന്റ് സൈസ്ഡ് ആൻഡ് ഡിമിനിഷ്ഡ്. ഇത് തന്നെയല്ലേ നമ്മൾ കോൺകേവ് മിററിൽ പഠിച്ചത്. ഇനി ഇവിടെ രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ബിയോണ്ട് 2F1, അതായത് നമ്മുടെ ബിയോണ്ട് സി എന്നൊരു പൊസിഷനാണ്. ബിയോണ്ട് സി ആയിരുന്നെങ്കിൽ ഇമേജ് എവിടെ കിട്ടണം നമുക്ക്? ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സി ഇതാണ്, അപ്പോൾ ബിറ്റ്വീൻ F2 ആൻഡ് 2F2 എന്ന് നമുക്ക് പറയാം. സോ ഓബ്ജക്റ്റ് ബിയോണ്ട് 2F1 ആകുമ്പോൾ ഇമേജ് ബിറ്റ്വീൻ F2 ആൻഡ് 2F2. അപ്പോൾ നമുക്കിവിടെ കാണാം, ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ആദ്യത്തെ ഒരു രേഖ നമ്മൾ പാരലലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് റിഫ്രാക്ഷൻ കഴിയുമ്പോൾ ഫോക്കസിലേക്ക് കടന്നു പോകുന്നു. രണ്ടാമത്തേത് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ എടുക്കുന്നത് കൊണ്ട് തന്നെ അത് ഡീവിയേഷൻ ഇല്ലാതെ അതേ പാത്തിൽ തിരിച്ച് റീട്രേസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് രേഖകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് അങ്ങോട്ടേക്കൊരു രേഖ വരച്ചാൽ അതാണ് നമ്മുടെ ഇമേജ്. അപ്പോൾ ഇമേജ് F2നും 2F2നും ഇടയ്ക്കാണ്, ആക്ച്വൽ സൈസിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് എന്താണ്? ഡിമിനിഷ്ഡ് ആണ്, അല്ലേ? ഡിമിനിഷ്ഡ് ആണ്. പിന്നെ ഇത് രണ്ടും ഈ രേഖകൾ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് റിയലും ഇൻവേർട്ടഡുമാണ്. മൂന്നാമത്തേത് ഓബ്ജക്റ്റ് അറ്റ് 2F1 എന്നുള്ളതാണ്. 2F1 എന്ന് പറയുന്നത് നമ്മുടെ സി എന്നുള്ള പൊസിഷനാണ്. സിയിലാണ് ഓബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഇമേജും സിയിൽ തന്നെ കിട്ടണം. പക്ഷേ ഇവിടെ അതർ സൈഡിലാണ്, സെയിം സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ രേഖ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരലലായിട്ടാണ് പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന്. അതുകൊണ്ട് തന്നെ റിഫ്രാക്ഷൻ കഴിയുമ്പോൾ ഫോക്കസിലൂടെ കടന്നു പോകും. അടുത്തത് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി കടന്നു വരുന്നതിനാൽ അത് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ റിഫ്രാക്റ്റീവ്, ഈ രേഖകൾ രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് നമ്മുടെ ഇമേജ്. അത് അറ്റ് സി ആണ്. സോ അറ്റ് 2F2 എന്നിവിടെ എഴുതാം. എങ്ങനത്തെ ഇമേജാണ്? സെയിം സൈസാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അടുത്ത പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് F1 ആൻഡ് 2Fൻ്റെ ഇടയ്ക്കാണ്.
ഇമേജ് F1 2F1 ഇടയ്ക്ക് കിട്ടിയാൽ എവിടെ കിട്ടണം? നമുക്ക് ബിയോണ്ട് C കിട്ടണം അല്ലേ? അപ്പോൾ ബിയോണ്ട് 2F2 ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഇമേജ് ബിയോണ്ട് 2F2. അപ്പോൾ ആദ്യത്തെ രേഖ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു പാരലൽ രേഖയാണ് പ്രിൻസിപ്പൽ ആക്സിസിന്, അതുകൊണ്ട് തന്നെ അത് ഫോക്കസിൽ കൂടി കടന്നുപോയി. രണ്ടാമത്തെ രേഖ ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ ആയതുകൊണ്ട് റീട്രേസസ് ഇറ്റ്സ് പാത്ത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നത്, ഇത് നമുക്ക് എടുക്കണമെന്നില്ല, 3 രേഖയുടെ ആവശ്യമില്ല, നമുക്ക് 2 മതി. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറച്ച് എൻലാർജ്ഡ് ഇമേജ് ആണ്. പിന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ രേഖയും കൺസിഡർ ചെയ്യാം. ഇത് ഫോക്കസിൽ കൂടെ വരുന്നത് കൊണ്ട് പാരലായിട്ട് പോകും, പക്ഷെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതുവരെ കണ്ട 3ലും നമ്മൾ ഈ രേഖകളാണ് എടുത്തത്. അതായത് ഒന്ന് പാരലായിട്ട് പോകുന്നു, സോ ഫോക്കസിൽ കൂടി കടന്നു പോകും. രണ്ടാമത്തേത് ഓപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. ഇനി അടുത്ത പൊസിഷൻ ഒബ്ജക്റ്റ് അറ്റ് F1. ഫോക്കസിലാണ് ഒബ്ജക്റ്റ്. ഫോക്കസിൽ ഒബ്ജക്റ്റ് വന്ന ഇമേജ് എവിടെയായിരിക്കണം? ഇൻഫിനിറ്റിയിൽ അല്ലേ? അപ്പോൾ ആദ്യത്തെ രേഖ പാരലൽ, സോ ഫോക്കസിൽ കൂടി പോകുന്നു. രണ്ടാമത്തേത് ഓപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി, സോ ഡീവിയേഷൻ ഇല്ല. പക്ഷേ ഇത് രണ്ടും വേറെ എവിടെയെങ്കിലും മീറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതാണ് ഇൻഫിനിറ്റി. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എൻലാർജ്ഡ് ഇമേജ്, ഹൈലി എൻലാർജ്ഡ് ഇമേജ്. ഓബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ F1 ആൻഡ് O. നമ്മൾ കഴിഞ്ഞ മിററിൽ പഠിച്ചപ്പോൾ F1നും Oയ്ക്കും ഇടയ്ക്കുള്ള ഈ ഒരു പൊസിഷനിൽ മാത്രമാണ്, ബിഹൈൻഡ് ദ മിററാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരുന്നു അല്ലേ? ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓബ്ജക്റ്റ് ബിറ്റ്വീൻ F1 ആൻഡ് O. അപ്പോൾ എവിടെയാണ്? ഇവിടെ ആദ്യത്തേത് പാരലായിട്ട് വന്നു, സോ ഫോക്കസിൽ കൂടി പോയി. രണ്ടാമത്തേത് ഓപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി. ഇത് രണ്ടും മീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല, കാരണം ഇത് അകന്നു പോവുകയാണ്. സോ അത് നമ്മൾ പുറകോട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് അപ്പിയർ ടു മീറ്റ് ഹിയർ. അപ്പോൾ ഇത് ആക്ച്വൽ മീറ്റ് അല്ല, അപ്പിയറിംഗ് ആണ്. അങ്ങനത്തെ ഇമേജിനെ നമ്മൾ എന്ത് പറയും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. അതെവിടെയാണ് കിട്ടുന്നത്? സെയിം സൈഡ് ഓഫ് ദി ഓബ്ജക്റ്റ്. സോ ദാറ്റ് ഈസ് സെയിം സൈഡ് ഓഫ് ദി ഓബ്ജക്റ്റ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് പറയാം. സോറി, ലെൻസ് അല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് മാത്രം വ്യത്യസ്തമാണ്. ഇത് മറ്റേതിനെ പോലെ അല്ല, വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്. പിന്നെ എന്താണ്? സെയിം സൈഡ് ഓഫ് ദി ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റിൻ്റെ സൈഡിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ് എന്നും പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൊസിഷൻസ് ഓഫ് ദി കോൺവെക്സ് ലെൻസ്. ഇനി നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. അപ്പോൾ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ സിമിലർ ടു എന്തായിരിക്കും? കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ 2 പൊസിഷൻസ് ആണ് എടുത്തത്. ഒന്ന് ഇൻഫിനിറ്റി, ഒന്ന് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഓപ്റ്റിക്കൽ സെൻറ്റർ. എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ ആദ്യത്തേത് ഇൻഫിനിറ്റി ആവുമ്പോൾ നമുക്കറിയാം എവിടെയായിരിക്കണം? ഫോക്കസിലായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന രേഖകളാണ് പാരലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ദേ അപ്പിയർ ടു ഡൈവേർജ്. കാരണം നമുക്ക് ഡൈവേർജ് ചെയ്യുന്ന കാണാൻ പറ്റുന്നില്ല. അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതിനെയാണ് നമ്മൾ F1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ലെൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുമല്ല, ഇത് ആക്ച്വൽ മീറ്റിംഗ് അല്ല അല്ലേ? സോ നമ്മുടെ പൊസിഷൻ ഓഫ് ദ ഇമേജ് അറ്റ് F1, ഇത് വെർച്വൽ ആണോ റിയൽ ആണോ? വെർച്വൽ ഇറക്റ്റ് ആണ് അല്ലേ? കാരണം ആക്ച്വൽ മീറ്റിംഗ് ഓഫ് ദ റേ നടക്കുന്നില്ല. പിന്നെ ഇത് എങ്ങനത്തെ ഇമേജാണ്? ഡിമിനിഷ്ഡ്, പോയിന്റ് സൈസ് ആൻഡ് ഡിമിനിഷ്ഡ്. അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ എവിടെ വേണമെങ്കിലും ആകാം. ഇൻഫിനിറ്റിക്കും ഓപ്റ്റിക്കൽ സെൻറ്ററിൻ്റെയും ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. അപ്പോൾ ആദ്യത്തേത് പാരലായിട്ട് പോകുന്നു, സോ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം ഫോക്കസ്. ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ തോന്നിക്കുന്നു. രണ്ടാമത്തേത് ഓപ്റ്റിക്കൽ സെൻറ്ററിൽ കൂടി ആയതുകൊണ്ട് തന്നെ ഡീവിയേഷൻ ഇല്ല. അപ്പോൾ ഈ 2 രേഖകൾ മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പിയർ ടു മീറ്റ് ചെയ്യുന്നില്ല, അപ്പിയർ ടു മീറ്റ് ഇവിടെയാണ്. അപ്പോൾ അതിലേക്കൊരു രേഖ വരയ്ക്കുന്നതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. സോ ഇമേജ് between F1 and optical center. ആൻഡ് എങ്ങനെയാണ് അതിൻ്റെ നേച്ചർ? വെർച്വൽ ആണല്ലേ? വെർച്വൽ ആൻഡ് ഇറക്റ്റ്. പിന്നെ അതിൻ്റെ സൈസോ ഡിമിനിഷ്ഡ്. അപ്പോൾ നമ്മൾ കണ്ടു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് മിറർ. അവരെങ്ങനത്തെ ഇമേജാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റിയൽ ആൻഡ് ഇൻവേർട്ടഡും പ്രൊഡ്യൂസ് ചെയ്യാം, വെർച്വൽ ആൻഡ് ഇറക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഡിമിനിഷ്ഡ് ആണ് ചില സമയത്ത്,
അല്ലെങ്കിൽ സെയിം സൈസ് ആകാം, അല്ലെങ്കിൽ എൻലാർജ്ഡും ആകാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇമേജും പ്രൊഡ്യൂസ് ചെയ്യാൻ ആർക്ക് കഴിയും? കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും. അതേസമയം കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇവിടെ ഏത് ഇമേജാണ് ഉണ്ടാകുന്നത്? ഓൺലി വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഡിമിനിഷ്ഡ്, മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ഈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറിജിന് റൈറ്റ് സൈഡിലുള്ളതെല്ലാം പോസിറ്റീവായിരിക്കും, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം നെഗറ്റീവായിരിക്കും, എബവ് എല്ലാം പോസിറ്റീവായിരിക്കും, ബിലോ നെഗറ്റീവായിരിക്കും. അപ്പോൾ യു അഥവാ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? എപ്പോഴും നമ്മൾ ഓബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ളതായിട്ടാണ് സങ്കല്പിക്കുന്നത്, അപ്പോൾ അതെപ്പോഴും നെഗറ്റീവായിരിക്കും. ഇനി വി ആണെങ്കിലോ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഈ ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. നമുക്കറിയാം കോൺവെക്സ് ലെൻസിൽ എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഫോം ചെയ്യുന്നത് എക്സെപ്റ്റ് ലാസ്റ്റ് വൺ. അപ്പം അതിൽ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അതേസമയം കോൺകേവ് ലെൻസിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് ഫോം ചെയ്തത്, അത് നെഗറ്റീവാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിന് നെഗറ്റീവായിരിക്കും, കോൺകേവ് ലെൻസിന് നെഗറ്റീവായിരിക്കും ഇമേജ് ഡിസ്റ്റൻസ്. ഇനി ഫോക്കൽ ലെങ്ത് നമ്മൾ നേരത്തെ പഠിച്ചു. കോൺവെക്സ് ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ്. കോൺകേവ് ആണെങ്കിലോ നെഗറ്റീവ് അല്ലേ? പിന്നെ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ഓൾവേസ് പോസിറ്റീവ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് പോസിറ്റീവ് ഇഫ് ഇറ്റ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, നെഗറ്റീവ് ഇഫ് ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇത്രയും ഉപയോഗിച്ച് നമുക്കിനി ലെൻസ് ഫോർമുല നോക്കാം. എന്താണ് ലെൻസ് ഫോർമുല? that is 1/f is equal to 1/v minus 1/u. നമ്മൾ നേരത്തെ പഠിച്ചത് മിറർ ഫോർമുല ആണെങ്കിൽ പ്ലസ് ആണ് അല്ലേ, ഇവിടെ മൈനസ് ആണ്. എഫ് ഫോക്കൽ ലെങ്ത്, വി ഇമേജ് ഡിസ്റ്റൻസ്, യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇത് കോൺകേവ് ലെൻസിന് നെഗറ്റീവാണ്, എഫ് കോൺകേവ് മിറർ ലെൻസിന് നെഗറ്റീവാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മാഗ്നിഫിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വി അപ്പോൺ യു. മിററിൽ മൈനസ് വി അപ്പോൺ യു ആയിരുന്നു, ഇവിടെ വി അപ്പോൺ യു. അല്ലെങ്കിൽ നമ്മുടെ സ്ഥിര ഫോർമുല ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഇതനുസരിച്ചുള്ള ഒരു ന്യൂമറിക്കൽ നോക്കാം. ആൻഡ് ഓബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റർ ഈസ് കെപ്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ് തന്നിരിക്കുന്നത് അല്ലേ. ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 സെൻറ്റിമീറ്റർ, യു ആണ് തന്നിരിക്കുന്നത്. ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് എ കൺവേർജിങ് ലെൻസ്. കൺവേർജിങ് ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺവെക്സ് ലെൻസ് അല്ലേ. ഓഫ് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ, എഫ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ്, വി കണ്ടുപിടിക്കണം, ഫ്രം ദ ലെൻസ് ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ്, അപ്പോൾ എച്ച് ഐയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. എച്ച് ഒ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. യു തന്നിട്ടുണ്ട് 25 സെൻറ്റിമീറ്റർ ആണ്, പക്ഷേ യു എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ. എഫ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ കോൺവെക്സ് ലെൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് തന്നെ എഫ് പോസിറ്റീവാണ്. വി എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം, എച്ച് ഐയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം മിറർ ഫോർമുല, ലെൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ഈ യുവിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. സോ 1/v is equal to 1/f. ഈ മൈനസ് 1/u ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് 1/u എന്നായി. അപ്പോൾ 1/10 പ്ലസ് 1/-25. ഈ യുവിൻ്റെ വാല്യൂ ആണ് -25. 1/v is equal to 55 minus 2. So 3/50 we will get. So v will be 50 upon 3. So we know that we have to find out v, that is
So we will get around 16.6 centimeter. So 16.6 upon minus 25 is equal to HI by HO is 5 centimeter. So we are using the formula V by U is equal to HI upon HO for finding out HI. So cross multiplying. So 16.6 into 5 is equal to HI into minus 25. Therefore, HI is equal to 16.6 into 5 by minus 25. This will be 5 times. So 16.6 divided by 5. So answer will be minus 3.32 centimeter. So since it is negative, what kind of image is real and inverted? ഈ ചാപ്റ്ററിൽ നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ളത് പവർ എന്താണെന്നുള്ളതാണ്. പവർ എന്നർത്ഥം എബിലിറ്റി ടു കൺവേർജ് ഓർ ഡൈവേർജ്. നമുക്കറിയാം ഒരു ലെൻസിൽ വീഴുന്ന രേഖകൾ, പ്രകാശരേഖകൾ ഒന്നുകിൽ കൺവേർജ് ചെയ്യും, കോൺവെക്സ് ആണെങ്കിൽ, കോൺകേവ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. അത് എത്രത്തോളം കൺവേർജ് ചെയ്യാം അല്ലെങ്കിൽ എത്രത്തോളം ഡൈവേർജ് ചെയ്യാം എന്നതാണ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ 3 ലെൻസ് വരയ്ക്കാം. ഇതൊരു തിൻ ലെൻസാണ്, ഇതൊരു സാമാന്യം തിക്കായിട്ടുള്ള ലെൻസാണ്, ഇത് വളരെ തിക്കായിട്ടുള്ളൊരു ലെൻസാണ് അല്ലേ. അപ്പോൾ ഇതിൽ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇതിൽ വരുന്ന രേഖകൾ ഇങ്ങനെ കൺവേർജായി. ഇത് കോൺവെക്സ് ആയിട്ടാണ് ഞാൻ കൺവേർജ് ചെയ്ത് വരയ്ക്കുന്നത്. ഇതിൽ വന്നത് കുറച്ചും കൂടി ബെൻഡായി, ക്ലോസായി. ഇപ്പോൾ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് കുറച്ച് കൂടുതലാണ്, ഇവിടെ കുറച്ചാണ്. ഇവിടെയോ വളരെ ഷാർപ്പായിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്, ഫോക്കൽ ലെങ്ത് വളരെ കുറവാണ്. അപ്പോൾ ഒരു തിൻ ലെൻസിൽ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, അല്ലെങ്കിൽ എബിലിറ്റി ടു ബെൻഡ്, ഇങ്ങനെ പോകേണ്ടിയിരുന്ന ഒരു രേഖയെ ഇത്രയും ബെൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ബെൻഡിങ് ഇതിനെ അപേക്ഷിച്ച് കുറവാണ്, ഇവിടെ കൂടുതലാണ്. ഇവിടെ വന്നപ്പോഴോ അത് കുറച്ചും കൂടെ കൂടി, ഷാർപ്പായിട്ടത് ബെൻഡ് ചെയ്ത് വളരെ ക്ലോസ് ആയിട്ട്, അതാണ് ഫോക്കൽ ലെങ്ത്. കുറച്ച് ബെൻഡ് ചെയ്തപ്പോൾ കുറച്ച് ദൂരെ കിട്ടി, കുറച്ചും കൂടി ബെൻഡ് ചെയ്തപ്പോൾ കുറച്ച് അടുത്തേക്ക് കിട്ടി, നന്നായിട്ട് ബെൻഡ് ചെയ്തപ്പോൾ അടുത്ത് തന്നെ വന്നു, ഫോക്കൽ ലെങ്ത് കുറഞ്ഞു. അപ്പോൾ ഹയർ ദ ഫോക്കൽ ലെങ്ത് ലെസ്സർ ദ പവർ അല്ലേ. കൂടുതൽ ദൂരത്തിലാണ് ഫോക്കൽ ലെങ്ത് വരുന്നതെങ്കിൽ പവർ കുറവെന്നല്ലേ അർത്ഥം. അപ്പോൾ നമുക്കറിയാം പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, പവർ കണ്ടുപിടിക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകും, കാരണം ചോദ്യത്തിൽ അവർ തരുന്നത് എന്തായിരിക്കും, സെൻറ്റിമീറ്ററിലായിരിക്കും. സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ P is equal to 1 by F by 100 എന്നിടാലോ. സെൻറ്റിമീറ്ററിലാണെങ്കിൽ, സെൻറ്റിമീറ്ററിലാണെങ്കിൽ മീറ്ററിനാക്കാൻ 100. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, P is equal to 100 by F എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ റെസിപ്രോക്കൽ കണ്ടാൽ മതി, സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ റെസിപ്രോക്കൽ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ആദ്യം 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മീറ്ററിലാക്കിയതിന് ശേഷം റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി 100 by F എന്നുള്ള ഫോർമുലയിൽ ചെയ്യാം. ഇനി കോൺവെക്സ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് എന്താണ്, പോസിറ്റീവ് അല്ലേ. പവർ എന്തായിരിക്കും, പോസിറ്റീവ്. കാരണം കോൺവെക്സ് ഫോക്കൽ ലെങ്ത്തും പവറും റിലേറ്റഡ് അല്ലേ. അപ്പോൾ കോൺകേവ് ലെൻസിലോ, കോൺകേവ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്, സോ പവറും നെഗറ്റീവാണ്. അത് എപ്പോഴും ഓർത്തിരിക്കുക. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവായിരിക്കും, കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവായിരിക്കും. ഇനി ഈ പവർ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഡയോപ്റ്റർ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ, കോൺവെക്സ് അല്ലേ. ഇനി ഒരു പവർ -1 ആണെങ്കിലോ അത് കോൺകേവ് ലെൻസാണ്. അപ്പോൾ പവറിൻ്റെ ചിഹ്നം കണ്ടു തന്നെ നമുക്കത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്ന് പറയാൻ സാധിക്കും. ഇനി ഇതിനെ നമ്മൾ P1 എന്നെടുത്തു, ഇത് P2 എന്നെടുത്തു. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണ്, P1 + P2 എന്ത് കിട്ടും നമുക്ക്, +2 + -1, അപ്പോൾ 1 എന്ന് കിട്ടും. ഓക്കെ, നമ്മളതിൻ്റെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ ടോട്ടൽ
പവർ എന്ന് പറയുന്നത്. പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചാപ്റ്ററിലെ മെയിൻ കോൺസെപ്റ്റ്സ് ഇതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി, ഞാൻ ഉത്തരം തരാം. ഒപ്പം തന്നെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ബാക്കി ന്യൂമറിക്കൽസും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കണ്ട് മനസ്സിലാക്കി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.